മോൺസ്റ്ററിന്റെ ക്ഷീണം മാറ്റും. ഒരു വൻ പരിപാടി തന്നെ ആയിരിക്കും ലാലേട്ടനുമായുള്ള അടുത്ത പടമെന്ന് വൈശാഖ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക, ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ടർബോ എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ വിജയലഹരിയിലാണ് സംവിധായകൻ വൈശാഖ്. മധുരരാജ എന്ന ചിത്രത്തിന് ശേഷം മമ്മൂട്ടിയുമായി ഒന്നിച്ച് ചെയ്ത ചിത്രം തിയേറ്ററിൽ വലിയ നേട്ടമാണ് നേടിയത്. ഈ ആക്ഷൻ ചിത്രം ഇതിനകം ആഗോളതലത്തിൽ 50 കോടി നേടിയെന്നാണ് ഔദ്യോഗികമായി അറിയിച്ചത്. വൈശാഖിന്റെ ടർബോയ്ക്ക് മുൻപുള്ള ചിത്രം മോഹൻലാൽ നായകനായ മോൺസ്റ്റർ ആയിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. മോൺസ്റ്ററിൽ സംഭവിച്ച ക്ഷീണം തീർക്കാൻ വലിയ പരിപാടി തന്നെ മോഹൻലാലുമായി ആലോചിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ വൈശാഖ് പറയുന്നത്. മൂവി വേൾഡിന് നൽകിയ അഭിമുഖത്തിലാണ് വൈശാഖ് ഇത് പറയുന്നത്. അന്ന് മോൺസ്റ്ററിന് പകരം ചെയ്യേണ്ടിയിരുന്നത് മറ്റൊരു വലിയ സിനിമയായിരുന്നു. അന്ന് അത് നടന്നില്ല. എന്നാൽ അത് സംഭവിക്കും. അവർ തന്നെയാണ് അത് നിർമ്മിക്കുന്നത്. അതിന്റെ ഡേറ്റും കാര്യങ്ങളും ആളുകൾ എല്ലാം ഒന്നിച്ചു നിന്നാൽ അത് സംഭവിക്കും. വൻ പരിപാടിയാണ് അത്. മോൺസ്റ്ററിന്റെ ക്ഷീണമൊക്കെ അന്ന് മാറ്റും. അത് വൻ പരിപാടിയടിക്കും എന്നാണ് വൈശാഖ് അഭിമുഖത്തിൽ പറഞ്ഞത്. മോഹൻലാലിന്റെ കരിയറിലെ വൻ ബോക്സ് ഓഫീസ് വിജയങ്ങളിൽ ഒന്നായ പുലിമുരുകൻ ഒരുക്കിയ സംവിധായകനാണ് വൈശാഖ്. 2016 പുറത്തിറങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ 150 കോടിക്ക് അടുത്ത് കളക്ഷൻ നേടിയിരുന്നു. അതേസമയം പോക്കിരിരാജയ്ക്കും മധുരരാജയ്ക്കും ശേഷം വൈശാഖും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം എന്നായിരുന്നു ടർബോയുടെ പ്രധാന USP. വമ്പൻ സ്ക്രീൻ കൗണ്ടുമായാണ് ചിത്രം കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും വിദേശ മാർക്കറ്റുകളിലും 23-ന് എത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ മാത്രം 364 സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശനം ആരംഭിച്ചത്. മിഥുൻ മാനുവൽ തോമസ് ആണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. 2 മണിക്കൂർ 35 മിനിറ്റാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ വേഫെയർ ഫിലിംസും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 5ാമത്തെ സിനിമയാണ് ടർബോ. ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ജോസ് എന്ന കഥാപാത്രമായി മമ്മൂട്ടി എത്തുന്ന ചിത്രത്തിലെ മറ്റ് സുപ്രധാന വേഷങ്ങൾ കന്നഡ താരം രാജ് ബി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് ചിത്രത്തിൽ കയ്യടി നേടുന്ന ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ അമർത്തണേ. സർപ്രൈസുമായി ഗുരുവായൂർ അമ്പലനടയിൽ. ആകെ കളക്ഷനിൽ നിർണായക നേട്ടത്തിലേക്ക് ദൂരം അധികമല്ല. ഗുരുവായൂർ അമ്പലനടയിൽ നേടിയ ആകെ കളക്ഷന്റെ കണക്കുകൾ പുറത്ത്. പൃഥ്വിരാജ് നായകനായി വേഷമിട്ട് എത്തിയ ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. വമ്പൻ കുതിപ്പാണ് ഗുരുവായൂർ അമ്പലനടയിൽ കളക്ഷനിൽ എന്നാണ് റിപ്പോർട്ട്. കുടുംബ പ്രേക്ഷകരും ഇഷ്ടപ്പെടുന്ന ഒരു മികച്ച ചിത്രമായി മാറിയിരിക്കുന്നു പൃഥ്വിരാജിന്റെ ഗുരുവായൂർ അമ്പലനടയിൽ. പൃഥ്വിരാജിന്റെ ഗുരുവായൂർ അമ്പലനടയിൽ 80 കോടി ക്ലബിലെത്താൻ ഇനി ആഗോളതലത്തിലെ ആകെ കളക്ഷനിൽ ചെറിയ സംഖ്യ മതിയാവും. കേരളത്തിൽ നിന്ന് 2024 ഓപ്പണിംഗ് കളക്ഷനിൽ ഗുരുവായൂർ അമ്പലനടയിൽ 3ാം സ്ഥാനത്താണെന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പൃഥ്വിരാജ് നായകനായ ആടുജീവിതം 5,83,00,000 രൂപയാണ് നേടി കേരളത്തിൽ രണ്ടാമതുണ്ടെന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മോഹൻലാലിന്റെ മലൈക്കോട്ടെ വാലിബൻ 5,85,00,000 രൂപയുമായി റിലീസ് കേരളത്തിൽ 1ാം സ്ഥാനത്ത് ആയിരുന്നു. ഗുരുവായൂർ അമ്പലനടയിൽ ആഗോളതലത്തിൽ 100 കോടി ക്ലബിലെത്തും എന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. ഗുരുവായൂർ അമ്പലനടയിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുപ്രിയ മേനോനും E4 എന്റർടൈൻമെന്റിന്റെ ബാനറിൽ മുകേഷ് R മേത്ത, CV സാരഥി എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. ഗുരുവായൂർ അമ്പലനടയിൽ കോമഡി എന്റർടൈനർ ചിത്രമായിട്ടാണ് പ്രിയങ്കരമാകുന്നത്. കല്യാണം നടക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. ബേസിലും പ്രധാന വേഷമിട്ട ഒരു ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ അമർത്തണേ. ആവേശം നിറയ്ക്കാൻ ഇന്ത്യൻ 2 ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റ്. കമൽഹാസൻ നായകനാവുന്ന ഇന്ത്യൻ 2 സിനിമയുടെ അപ്ഡേറ്റ് പുറത്തുവിട്ടു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തണേ. അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തും ഒന്ന് ഷെയറും ചെയ്തും ഒന്ന് കമൻറ്റും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കമൽഹാസൻ നായകനായി വേഷമിട്ട് വരാനിരിക്കുന്ന ചിത്രമാണ് ഇന്ത്യൻ 2. സംവിധാനം നിർവഹിക്കുന്നത് S. ശങ്കറാണ്. കമൽഹാസൻ വീണ്ടും ഇന്ത്യൻ 2 സിനിമയുമായി എത്തുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. മ്യൂസിക് ലോഞ്ച് നാളെ 6 മണിയായിരിക്കുമെന്നതാണ് ചിത്രത്തിന്റെ അപ്ഡേറ്റ്. ചടങ്ങ് ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിലായിരിക്കും. ഇന്ത്യൻ 2 ആകെ 200 കോടി രൂപ ബജറ്റിലെത്തുമ്പോൾ കാജൽ അഗർവാളാണ് ചിത്രത്തിൽ നായികയാകുക. നടൻ സിദ്ധാർത്ഥ് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായി എത്തുമ്പോൾ SJ സൂര്യ, വിവേക്, സാക്കിർ ഹുസൈൻ, ജയപ്രകാശ്, ജഗൻ ഡൽഹി, ഗണേഷ് സമുദ്രകനി, നിഴൽ സാഗർ, രവി, ജോർജ് മരിയൻ, വിനോദ് സാഗർ, ബെനഡിക്റ്റ് ഗാരേജ്, പ്രിയ, ഭവാനി ശങ്കർ, രാഹുൽ പ്രീത് സിംഗ്, ബ്രഹ്മാനന്ദൻ, ബോബി സിൻഹ തുടങ്ങിയവരും വീരശേഖരൻ സേനാപതിയായി എത്തുന്ന നായകൻ കമൽഹാസനൊപ്പം ചിത്രത്തിൽ ഉണ്ടാകുമ്പോൾ റിലീസ് ജൂലൈ 12-നാണ്.
ഛായാഗ്രഹണം രവി വർമ്മയും ചിത്രത്തിന്റെ സംഗീതം അനിരുദ്ധ് രവിചന്ദ്രനുമാണ്. കമൽഹാസൻ നായകനായി 1996 പ്രദർശനത്തിനെത്തിയ ചിത്രം ഇന്ത്യൻ വൻ ഹിറ്റായി മാറിയിരുന്നു. ശങ്കറിന്റെ ഇന്ത്യൻ എന്ന ചിത്രത്തിൽ കമൽഹാസൻ ഇരട്ട വേഷത്തിലായിരുന്നു. കമൽഹാസന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചിരുന്നു. ഇന്ത്യനിലൂടെ തമിഴ് സംസ്ഥാന സർക്കാരിന്റെ അവാർഡും ലഭിച്ചിരുന്നു. സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ വിക്രമാണ് ഒടുവിൽ കമൽഹാസൻ നായകനായി പ്രദർശനത്തിനെത്തിയത്. കമൽഹാസന്റെ എക്കാലത്തെയും വലിയ ഹിറ്റ് ചിത്രമായി മാറി വിക്രം. കമൽഹാസനൊപ്പം ഫഹദ്, നരേൻ എന്നിവരൊക്കെ ചിത്രത്തിൽ എത്തിയപ്പോൾ സാങ്കേതിക മികവിലാലും ശ്രദ്ധയാകർഷിച്ചിരുന്നു. കമൽഹാസനും ആർ മഹേന്ദ്രനും ചേർന്നായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം. ലോകേഷ് കനകരാജിനൊപ്പം രത്നകുമാറും ചേർന്നാണ് ചിത്രത്തിന്റെ സംഭാഷണങ്ങൾ രചിച്ചത്. ദിലീപിനെ വിട്ടുകൊടുക്കില്ല, കോടതിയുണ്ടല്ലോ, തെളിയിക്കട്ടെ റിയാസ് ഖാൻ. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ പേര് ഉയർന്നു വന്നപ്പോൾ തന്നെ സിനിമാ രംഗത്തു നിന്നും താരത്തിന് പിന്തുണയുമായി എത്തിയ സഹപ്രവർത്തകരിൽ ഒരാളായിരുന്നു റിയാസ് ഖാൻ. ഇരുവരും നല്ല സുഹൃത്തുക്കളാണ്. ദീർഘനാളത്തെ സൗഹൃദം ഉള്ളതുകൊണ്ട് തന്നെയാണ് ദിലീപ് ചിത്രത്തിൽ ചെറിയ വേഷമാണെങ്കിൽ പോലും റിയാസ് ഖാൻ ചെയ്യുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് ഒരു പങ്കുമില്ലെന്നാണ് ഉറച്ചു വിശ്വസിക്കുന്നതായി പലപ്പോഴും താരം പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ദിലീപ് വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുകയാണ് റിയാസ് ഖാൻ. ദിലീപിനെ എനിക്ക് നന്നായി അറിയാം. അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്താണ്. ഒരിക്കലും ദിലീപിനെ വിട്ടുകൊടുക്കില്ല. കോടതിയൊക്കെ ഉണ്ടല്ലോ, കേസ് തെളിയിക്കട്ടെ. ദിലീപ് എൻ്റെ സുഹൃത്താണ്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ഇതിൽ മാറ്റം ഉണ്ടാവില്ല. ജയിലിൽ നിന്നും വന്നുകഴിഞ്ഞ് ദിലീപിന്റെ ഫസ്റ്റ് ഷൂട്ടിംഗ് ഗോകുലം പാർക്ക് ചെന്നൈ സ്റ്റുഡിയോയിൽ ആയിരുന്നു. അപ്പോഴും ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണാൻ പോയി. കമാരസംഭവത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഞങ്ങൾ തമ്മിലുള്ളത്. സിനിമയ്ക്ക് അപ്പുറമുള്ള സൗഹൃദമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഫോണിൽ സംസാരിച്ചിരുന്നു. എല്ലാ കാര്യങ്ങളും തമ്മിൽ അന്വേഷിക്കും. ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ റിയാസ് ഖാൻ പറഞ്ഞു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ബെല്ലൈക്കൺ അമർത്തണേ. അടിച്ചു കയറി വാ. റിയാസ് ഖാന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറങ്ങി. DNA ടീം. ചിത്രം ജൂൺ 14-ന്. DNA എന്ന ചിത്രത്തിൽ റിയാസ് ഖാന്റെ കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. DS സുരേഷ് ബാബു ഒരു ഇടവേളയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ DNAയിലെ ക്യാരക്ടർ പോസ്റ്ററാണ് പുറത്തു വന്നത്. കോട്ടയം കുഞ്ഞച്ചൻ, കിഴക്കൻ പത്രോസ്, പായിക്കര പപ്പൻ, കന്യാകുമാരി എക്സ്പ്രസ്, ഉപ്പുകണ്ടം ബ്രദേഴ്സ്, മാന്യന്മാർ, സ്റ്റാലിൻ ശിവദാസ്, പാളയം തുടങ്ങിയ ഒട്ടനവധി സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച സംവിധായകനാണ് DS സുരേഷ് ബാബു. പീറ്റർ ജോൺ വിനായകം എന്ന കഥാപാത്രത്തെയാണ് റിയാസ് ഖാൻ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. യുവനടൻ അഷ്കർ സൗദാർ നായകനാവുന്ന ചിത്രം ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ KV അബ്ദുൾ നാസറാണ് നിർമ്മിക്കുന്നത്. DNA ജൂൺ 14-ന് കേരളത്തിലെത്തും. പുറത്തും പ്രദർശനത്തിനെത്തും. KN സന്തോഷത്തിന്റെ തിരക്കഥയിൽ പൂർണ്ണമായും ഇൻവെസ്റ്റിഗേറ്റീവ് ആക്ഷൻ മൂഡിലുള്ള ഈ ചിത്രം മലയാളത്തിലെ മികച്ച ടെക്നീഷ്യൻസും അണിനിരക്കുന്നുണ്ട്. ആക്ഷൻ രംഗങ്ങൾ ഈ ചിത്രത്തിന്റെ ഏറെ ആകർഷകമായ ഘടകമാണ്. സംവിധാന രംഗത്തേക്ക് ചുവടുവെക്കാൻ ശിവകാർത്തികേയൻ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണേ. ടെലിവിഷൻ അവതാരകനായി കരിയർ ആരംഭിച്ച നടനാണ് ശിവകാർത്തികേയൻ. സഹനടനായി സിനിമാ കരിയർ ആരംഭിച്ച ശിവകാർത്തികേയൻ എന്റർടൈനർ സിനിമകളിലൂടെ വളരെ പെട്ടെന്ന് മുൻനിരയിലേക്കെത്തി. കന എന്ന സിനിമയിലൂടെ നിർമ്മാണ രംഗത്തും തന്റെ കയ്യൊപ്പ് പതിപ്പിച്ച ശിവകാർത്തികേയൻ സംവിധാന രംഗത്തേക്ക് കടക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ട്. കോമഡിയിൽ നിന്ന് ട്രാക്ക് മാറ്റി വിടുതലെ എന്ന വെട്രിമാരൻ ചിത്രത്തിലൂടെ എല്ലാവരെയും ഞെട്ടിച്ച സൂര്യയാണ് ചിത്രത്തിലെ നായകനെന്നാണ് റിപ്പോർട്ടുകൾ. ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ലെങ്കിലും സൂര്യ തന്നെയാണ് ഒരു അഭിമുഖത്തിൽ ഇക്കാര്യം പറഞ്ഞത്. സൂര്യ നായകനാകുന്ന പുതിയ ചിത്രം ഗരുഡന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് സിനിമ വികടന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. കുറച്ചുനാൾ ശിവ എന്നോട് ഒരു കഥ പറഞ്ഞിരുന്നു. കേട്ടപ്പോൾ തന്നെ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇത് ഡയറക്റ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ് എന്നാണ് ശിവ അന്ന് പറഞ്ഞത്. ആരാണ് ഹീറോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെയാണ് ഹീറോയായി കരുതുന്നത് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ചെയ്യാനാണോ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഇല്ല, എന്തായാലും ഈ സിനിമ ചെയ്യും എന്ന് ശിവ പറഞ്ഞു. ശിവയ്ക്ക് എന്ന് ഈ സിനിമ ചെയ്യാൻ പറ്റുമോ? അന്ന് ആ സിനിമയിൽ ഞാൻ അഭിനയിക്കാമെന്ന് അവനോട് പറഞ്ഞു. അത്രയ്ക്ക് നല്ല കഥയാണ്. ഇപ്പോൾ ചെയ്യാനാണെങ്കിലും ഞാൻ റെഡിയാണ്. കാരണം അവൻ നിർമ്മിക്കുന്ന ഒരു സിനിമയിൽ എന്നെ നായകനാക്കിയതാണ്. അപ്പോൾ അവൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ എന്നെ ആവശ്യം വന്നാൽ ഞാൻ അതിൽ അഭിനയിക്കും, സൂര്യ പറഞ്ഞു. ആരൊക്കെ വീണു? ഗരുഡന്റെ ഓപ്പണിംഗ് കളക്ഷനിൽ പുറത്ത്. ഉണ്ണി മുകുന്ദന്റെ തമിഴ് ചിത്രത്തിൽ ഞെട്ടിച്ച് സൂര്യ. ഉണ്ണി മുകുന്ദൻ വേഷമിട്ട തമിഴ് ചിത്രമാണ് ഗരുഡൻ. ഗരുഡനിൽ നായകനായി എത്തിയത് സൂര്യയാണ്. ഇവർക്കൊപ്പം ഗരുഡനിലെ മറ്റൊരു പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നത് ശശികുമാറാണ്. സൂര്യ നായകനാകുന്ന ഗരുഡന്റെ ഓപ്പണിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഗരുഡൻ ഇന്ത്യയിൽ നിന്ന് 3 കോടിയിലധികം നേടിയെന്നാണ് നൽകുന്നത് റിപ്പോർട്ട്.
സൂരി പ്രധാന വേഷത്തിലെത്തിയ വെട്രിമാരൻ്റെ തിരക്കഥയിൽ ഉണ്ണി മുകുന്ദനും എത്തുമ്പോൾ മലയാളി പ്രേക്ഷകരും വലിയ ആകാംക്ഷയിലായിരുന്നു. മലയാളത്തിൻ്റെ ശിവതയും ഉണ്ണി മുകുന്ദനൊപ്പമുണ്ട്. ദൂരെ സെന്തിൽ കുമാറാണ് സംവിധാനം. ലാർക്ക് സ്റ്റുഡിയോയും ഗ്രൗണ്ട് റൂട്ട് സിനിമാ കമ്പനിയും ചേർന്നാണ് നിർമ്മാണം. ആർതർ വിൽസനാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. യുവശങ്കർ രാജയാണ് സംഗീതം. ജയ് ഗണേഷ് അടക്കം നിരവധി ചിത്രങ്ങളിൽ നായകനായി എത്തിയ മലയാളത്തിൻ്റെ പ്രിയതാരം ഉണ്ണി മുകുന്ദൻ്റെ അരങ്ങേറ്റ ചിത്രമാണ് തമിഴിലേത്. മലയാളത്തിൽ ഹിറ്റായ നന്ദനത്തിൻ്റെ റീമേക്ക് ചിത്രത്തിൽ മന്നോ രാമലിംഗമായി സിഡനിലാണ് ഉണ്ണി മുകുന്ദൻ്റെ നടനായുള്ള അരങ്ങേറ്റം. സുബ്രഹ്മണ്യം ശിവയായിരുന്നു സിഡൻ്റെ സംവിധാനം. ഉണ്ണി മുകുന്ദൻ ഇപ്പോഴും 2ാം തവണയാണ് തമിഴിൽ പ്രധാന വേഷത്തിൽ എത്താൻ ഒരുങ്ങുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഗരുഡൻ എന്ന പ്രൊജക്റ്റിന് കോമഡി വേഷങ്ങളിൽ തിളങ്ങിയ തമിഴ് താരം സൂരി അടുത്തിടെയാണ് അന്നാട്ടിലെ നായകനിരയിലേക്ക് ഉയർന്നതിനാൽ ആരാധകർക്കും പ്രതീക്ഷയുള്ളതാണ് ഗരുഡൻ. സൂരി നായകനായ വെട്രിമാരൻ്റെ സംവിധാനത്തിലുള്ള ചിത്രം വിടുതലൈ ഒരു നിരൂപക പ്രശംസയും പ്രേക്ഷക പ്രീതിയും ഒരുപോലെ നേടിയതിനാൽ പുതിയ പ്രൊജക്റ്റ് ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. വിടുതലൈ 2 ഇനി വരാനിരിക്കുന്നു. ശശികുമാർ ആകട്ടെ വീണ്ടും ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ടുമുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണേ.